ഹായ്, ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സർക്കിൾസ്, അതായത് വൃത്തങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ബ്രിഡ്ജ് കോഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു ടോപ്പിക് ആയിരിക്കും. നമ്മുടെ വൃത്തങ്ങളുടെ അളവുകൾ, സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ചാപ്റ്റർ മുമ്പ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ് ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് വെച്ചും നിങ്ങൾക്ക് ചോദ്യം വരും. നോക്കിക്കോ, ഇതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഒരു വൃത്തമുണ്ട്. ഓക്കെ, ഒരു സർക്കിൾ. ആ സർക്കിളിന് ഒരു കേന്ദ്രമുണ്ട്. ഓക്കെ, ഈ സർക്കിളിലെ 2 പോയിന്റ് കാണാം നിങ്ങൾക്ക്. അതും കണ്ടു. ഈ 2 പോയിന്റ് കണക്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ലൈന് വരച്ചു. ഈ ലൈന് കാണാമല്ലോ. അപ്പം ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഞാൻ, അല്ലെങ്കിൽ കോഡ്. അതായത് വൃത്തത്തിലെ ഏതെങ്കിലും 2 ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര അല്ലെങ്കിൽ ആ ലൈൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ. അപ്പം ഈ ഞാനിലേക്ക് കേന്ദ്രത്തിൽ നിന്ന് നമ്മളൊരു ലംബം വരച്ചു. ലംബം എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഉണ്ടാക്കണം അല്ലേ? അപ്പം 90 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ലംബം, ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ അല്ലേ ഈ വരയ്ക്കുന്നത്, അത് ഈ ഞാണിനെ 2 തുല്യ ഭാഗങ്ങളാക്കി മാറ്റും. അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ, കേന്ദ്രത്തിൽ നിന്ന് ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ 2 തുല്യ ഭാഗങ്ങളാക്കുന്നു അല്ലെങ്കിൽ സമഭാഗം ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം സെൻറ്റർ ടു കോഡ് ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അത് അതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. ആരെ? ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു, അതിനെ 2 തുല്യ കഷണങ്ങളാക്കുന്നു. അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് നോക്ക്. ഞാനിതാ ഒരു വൃത്തം വരച്ചു. ഒരു വൃത്തം വരച്ചു, ഒരു സെൻറ്ററൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഒരു ചിത്രം വരച്ചു. ഓക്കെ, അപ്പം ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയാണ്, ഈ കോഡ് AB എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററാണ്. 20 സെൻറ്റിമീറ്ററാണ് AB എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, അങ്ങനെയാണ് PBയുടെ ലെങ്ത്ത് എന്താണെന്ന്. കാരണം ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു ലംബ. ഓക്കെ, PBയുടെ ലെങ്ത്ത് എന്തായിരിക്കും? സിമ്പിൾ അല്ലേ? AB മൊത്തം 20 ആണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം പെർപെൻഡിക്കുലർ അതിനെ ബൈസെക്റ്റ് ചെയ്യൂലേ, തുല്യ ഭാഗങ്ങളാക്കൂലേ? അങ്ങനെയാണെങ്കിൽ ഇത് 10ഉം ഇത് 10ഉം അല്ലേ വരേണ്ടത്? തീർച്ചയായിട്ടും. അപ്പോൾ PB എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട, ഇങ്ങനെയൊക്കെയാണ് എക്സാമിന് ചോദ്യം വരാറുള്ളത്. ഈ ചോദ്യം നോക്കിക്കേ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. OP = 6 സെൻറ്റിമീറ്റർ. ഓക്കെ, AB = 16 സെൻറ്റിമീറ്റർ. ഇത് ഇതാ കേന്ദ്രത്തിൽ നിന്ന് സെൻട്രൽ നിന്ന് വരച്ചൊരു പെർപെൻഡിക്കുലർ ആണ്. AB ഒരു കോഡാണ്, ഞാനാണ്. അതൊക്കെ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. വൃത്ത ആരം എത്ര? ഫൈൻഡ് റേഡിയസ്. ഈ വൃത്തത്തിൻ്റെ ആരം കിട്ടണം. അതിൻ്റെയൊക്കെ മുമ്പേ നമുക്ക് ഈ PBയുടെ ലെങ്ത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖം. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആരം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നോക്കി, Oയിൽ നിന്ന് Bയിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ആരം എന്ന് പറഞ്ഞാൽ? OB ഈസ് ദ റേഡിയസ്. OB ആണ് നിങ്ങളുടെ റേഡിയസ് എന്ന് പറയുന്നത്. OB ആണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് വിളിക്കുന്നത്. ഓക്കെ, OB റേഡിയസ് ആരമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ PBയുടെ ലെങ്ത്ത്? PBയുടെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതും വെച്ച് നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ആ OB കണ്ടെത്താം. അപ്പോൾ വളരെ സിമ്പിളാണ്. PBയുടെ ലെങ്ത്ത് ഫൈൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഇത് കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബല്ലേ? നോക്ക്, പെർപെൻഡിക്കുലർ അല്ലേ? ABയുടെ ലെങ്ത്ത് 16 അല്ലേ? കേന്ദ്രത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബം ആ ബൈസെക്ടർ നമ്മുടെ കോഡിനെ 2 ആയിട്ട് ഭാഗിക്കും. അങ്ങനെയാണെങ്കിൽ AB 16 ആണെങ്കിൽ നോക്കിക്കേ, AB 16 ആണെങ്കിൽ 16ൻ്റെ പകുതി എത്രയാണോ അതായിരിക്കും PBയും അതേപോലെ PAയും വരിക. അപ്പോൾ 8 സെൻറ്റിമീറ്റർ. ഇതെത്രയാടാ? 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം കൂടി കിട്ടി. നമുക്ക് ആ റേഡിയസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടേ ആ റൈറ്റ് ട്രയാങ്കിൾ ഞാനൊന്ന് ഇങ്ങോട്ട് എടുത്തു വരച്ചു. അപ്പോൾ ഇത് 6, ഇത് 8. OB, ഇത് P. നമുക്ക് വേണ്ടത് ആക്ച്വലി OB അല്ലേ? ഇനി നിങ്ങൾ നോക്കേ, OB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഹൈപ്പോട്ടന്യൂസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതല്ലേ ഹൈപ്പോട്ടന്യൂസ്. OBയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതായത് 8ൻ്റെ സ്ക്വയറും 6ൻ്റെ സ്ക്വയറും കൂടി കൂട്ടുന്നതാണ് OBയുടെ സ്ക്വയർ. അങ്ങനെയാണ് OB എത്രയായിരിക്കും? ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകും. അപ്പോൾ √8² + 16 സ്ക്വയർ എന്ന് വരില്ല, സോറി 6 സ്ക്വയർ. 8ൻ്റെ സ്ക്വയർ 64, 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ √64 + 36 എന്ന് കിട്ടും. 64 36 കൂട്ടിയാൽ 100. അപ്പം 100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് √100 എത്രയാടാ? 10. യെസ്, 10 × 10 അല്ലേ 100. അപ്പോൾ √100 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ആരം കിട്ടി. ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയടാ. റേഡിയസ് R = 10 സെൻറ്റിമീറ്റർ. ഇനി ചോദ്യം നോക്കി, ഫൈൻഡ് ഇറ്റ്സ് പെരിമീറ്റർ. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് 2πr. 2πr. R 10 ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്താ? 2π × 10. പൈൻ്റെ വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 2 × 10 20 ചെയ്യുക, എന്നിട്ട് പൈ ഇട്ട് കൊടുക്കുക. അത്രയും സെൻറ്റിമീറ്റർ. ഇതാണ് നിങ്ങളുടെ അതിൻ്റെ ആൻസർ. കാര്യം സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക.
കേന്ദ്രത്തിൽ നിന്ന് സെൻട്രലിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഒരു കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. സെൻറ്ററിൽ നിന്ന് ഒരു കോഡിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് അടുത്തത് പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ. എന്താ സർക്കം സർക്കിൾ എന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. ഒരു സർക്കിൾ വരച്ചു, ഓക്കെ, സെൻറ്ററും ഉണ്ട്. അപ്പോൾ ഈ സർക്കിളിൻ്റെ നോക്കിക്കോ, ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് ആ ട്രയാങ്കിളിൻ്റെ 3 മൂലകളും നിങ്ങളുടെ സർക്കിളിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സർക്കം സർക്കിൾ. നോക്കിക്കേ. അപ്പോൾ എന്താണ് ഈ സർക്കിളിൻ്റെ പ്രത്യേകത? ഈ സർക്കിളിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിൻ്റെ 3 മൂലകളും കറക്റ്റ് നിങ്ങളുടെ വൃത്തത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിനെയാണ് നമ്മൾ സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം എന്ന് വിളിക്കുന്നത്. എന്താണ് പരിവൃത്തം? എന്തിനാ നമ്മൾ പരിവൃത്തം എന്ന് വിളിക്കുക? ഒരു ത്രികോണത്തിൻ്റെ 3 മൂലകളിലും വൃത്തത്തിലാണെങ്കിൽ ആ വൃത്തത്തെ പരിവൃത്തം എന്ന് വിളിക്കും. അല്ലെങ്കിൽ സർക്കം സർക്കിൾ. നോക്കണം കേട്ടോ, സർക്കം സർക്കിൾ ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4, 5, 6 സെൻറ്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ് സർക്കം സർക്കിൾ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സർക്കം സർക്കിൾ ഇല്ലേ, ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇത് വളരെ രസകരമായിട്ടോ, വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ ഇതിൽ ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചോ. നമ്മൾ ഈ ഒരു സർക്കം സർക്കിൾ വരച്ച സമയത്ത് ഇത് ഈ സർക്കിളിൻ്റെ കോഡല്ലേ, ഇത് കോഡാണെങ്കിൽ നോക്കണേ, ഈ കോഡിൻ്റെ കറക്റ്റ് പകുതി, ആ പകുതിയിൽ നിന്ന് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ആ പെർപെൻഡിക്കുലർ ഇങ്ങനെ പോകും. അത് പാസ് ചെയ്യുന്നത് സെൻറ്ററിലൂടെ ആയിരിക്കില്ല തീർച്ചയായിട്ടും. കാരണം സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് കോഡിനെ ബൈസെക്റ്റ് ചെയ്യുക. അതേപോലെ ഈ ഒരു സൈഡിൻ്റെ ബൈസെക്ടർ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൻ്റെ ബൈസെക്ടർ വരച്ചിട്ടുണ്ടെങ്കിലും അതും പാസ് ചെയ്യുന്നത് സെൻറ്ററിലൂടെ ആയിരിക്കില്ലേ തീർച്ചയായിട്ടും. അതല്ലേ നമ്മൾ പഠിച്ച കൺസെപ്റ്റ്. അങ്ങനെയാണ് നിങ്ങളൊരു സർക്കം സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഒരു ട്രയാങ്കിൾ ആദ്യം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ 2 സൈഡുകളുടെ ബൈസെക്ടർ വരയ്ക്കുക. ആ ബൈസെക്ടറുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെൻറ്റർ ആക്കി എടുത്തിട്ട് നിങ്ങൾ സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. നോക്ക്. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4, 5, 6 സെൻറ്റിമീറ്റർ. ഡ്രോ ഇറ്റ് സർക്കം സർക്കിൾ. വശങ്ങൾ 4, 5, 6 ആയ ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണം വരച്ച് അതിൻ്റെ പരിവൃത്തം നിർമ്മിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കറക്റ്റ് സ്കെയിലും കോമ്പസും ഒക്കെ എടുത്തിട്ട് വരയ്ക്കാം. ഞാൻ നമ്മുടെ ടൂൾസ് എടുത്ത് വരച്ച് കാണിച്ചു തരാം. നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. പ്രൊട്ടാക്ടറിൻ്റെ ആവശ്യം നമുക്കില്ല, പ്രൊട്ടാക്ടർ വേണ്ട. ഇത് രണ്ടും മതി. അപ്പോൾ നോക്കിക്കേ, വളരെ ഈസിയാണ്. ഞാൻ ആദ്യം തന്നെ 6, 5, 4 അല്ലേ പറഞ്ഞത്, 6 സെൻറ്റിമീറ്ററിൽ ഒരു വര വരയ്ക്കാം. ഇത് കറക്റ്റ് സെൻറ്റിമീറ്റർ അല്ല, ഇത് ഇഞ്ചസ് ആണ്. അപ്പോൾ ഞാനൊരു സ്കെയിൽ എടുത്ത് വരയ്ക്കണം എന്നുള്ള രീതിയിൽ വരച്ചെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസിൽ 4ഉം 5ഉം മാർക്ക് ചെയ്യുക. ആദ്യം ഞാൻ 5 മാർക്ക് ചെയ്യുന്നു. 5 മാർക്ക് ചെയ്യുന്നു. നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതല്ലേ ആദ്യത്തെ കടമ്പ. അപ്പോൾ ഇവിടെ കോമ്പസ് വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ 5ൽ ആർക്ക് വരച്ചേ. ഇനി അടുത്തത് കോമ്പസ് നമ്മൾ ഇതൊന്ന് ചെറുതാക്കിയിട്ട് നമ്മൾ 4 സെൻറ്റിമീറ്ററിലും ഒരു വര വേണം. അപ്പോൾ 4 കോമ്പസിൽ കറക്റ്റ് എടുത്തു, 4 എടുത്തു. എന്നിട്ട് 4 എടുത്തതിന് ശേഷം ഇവിടെ കോമ്പസ്, ഈ മൂലയിൽ കോമ്പസ് വെക്കുന്നു. എന്നിട്ട് ഒരു ആർക്ക് കൂടി വരയ്ക്കണം. അത് ഇങ്ങോട്ടേക്കല്ല വരയ്ക്കേണ്ടത്. അപ്പോൾ അടുത്ത ആർക്ക്, അടുത്ത ആർക്കും വരച്ചു. പക്ഷെ ഇത് രണ്ടും കൂട്ടിമുട്ടാത്ത സാഹചര്യമായതുകൊണ്ട് നമ്മളത് കൂട്ടിമുട്ടിക്കുന്നു. അത് നിർബന്ധം കേട്ടോ, കൂട്ടിമുട്ടൽ. ഇവിടെ വെക്കട്ടെ, കൂട്ടിമുട്ടിയാലല്ലേ നമുക്ക് ബാക്കി പരിപാടി നടക്കും. ഓക്കെ. അപ്പോൾ ഏകദേശം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഏകദേശ ചിത്രം. ഇനി ഇത് നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് 2 ലൈൻ വരച്ചേ. ഇവിടുന്ന് ഈ ആർക്കിലേക്ക് കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ലൈൻ, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിമുട്ടുന്ന രീതിയിൽ രണ്ടാമത്തെ ലൈൻ. ഓക്കെ. അപ്പോൾ 2 ലൈനുകളും വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ. ശരിയാണേ. ഇത് 6, ഇത് 4, ഇത് 5. 6 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഏതെങ്കിലും 2 സൈഡിൻ്റെ ബൈസെക്ടർ കാണാം. ബൈസെക്ടർ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോഡിൻ്റെ ബൈസെക്ടർ പാസ് ചെയ്യുന്നത് ഇതിലൂടെ ആയിരിക്കും, സെൻറ്ററിലൂടെ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സർക്കം സർക്കിൾ വരയ്ക്കുക. ആ ഒരു കൺസെപ്റ്റ്, കോഡായിരിക്കുമല്ലോ, ആ സർക്കം സർക്കിളിൻ്റെ കോഡായിരിക്കുമല്ലോ ഈ സൈഡുകൾ. അപ്പോൾ ഞാൻ ആദ്യം ഈ 6ൻ്റെ ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടി പകുതിയിലധികം നീളം കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് മുകളിലോട്ടൊരു ചാപം, താഴോട്ടേക്കൊരു ചാപം. അപ്പോൾ ഇങ്ങനെ പോയി മുകളിലോട്ടൊരു ചാപം വരയ്ക്കാം. പകുതിയിലധികം നീളം ഏകദേശം ഇത്ര ഉണ്ടാവും അല്ലേ. ഓക്കെ. മുകളിലോട്ടൊരു ചാപം വരച്ചു. ഇതേപോലെ തന്നെ താഴോട്ടേക്കും ഒരു ചാപം, ആർക്ക് കിട്ടോ, അത് വരച്ചു. ആ സെയിം ലെങ്ത്ത് ഇവിടെയും എടുക്കുന്നു. ആ സെയിം ലെങ്ത്ത് ഇവിടെ എടുത്തിട്ട് വീണ്ടും നമ്മൾ 2 ചാപങ്ങൾ, ആർക്കുകൾ വരയ്ക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒന്നിവിടെ വരച്ചു. അതേപോലെ തന്നെ ഇങ്ങനെ പോയി ഒന്നിവിടെയും വരച്ചു. ഇനി ഈ 2 ആർക്കും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റുകളില്ലേ, അത് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ലൈൻ വരച്ചേ. ഇതായിരിക്കും ആക്ച്വലി നിങ്ങളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അപ്പോൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. ഇതേപോലെ രണ്ടാമത്തെ സൈഡിനും നിങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അത് ഏത് സൈഡിനും എടുക്കാം. ഞാൻ ഈ സൈഡിൽ നിന്ന് എടുക്കുകയാണേ. ഏത് സൈഡിൽ വെച്ചാലും പ്രശ്നമില്ല. പകുതിയിലധികം നീളം കോമ്പസിൽ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആർക്ക് വരയ്ക്കുന്നു. ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. അതേപോലെ തന്നെ
ഇതേ ആർക്ക് തന്നെ ഇവിടെയും വരയ്ക്കുന്നു കേട്ടോ, ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. ഇനി കോമ്പസ് പിടിച്ചിട്ട് ഇപ്പോൾ അവിടെ അല്ലേ വരച്ചത്, അവിടെ എടുത്തിട്ടല്ലേ, പിന്നെ അതേ ലെങ്ത്ത് തന്നെ ഇവിടെ ഒന്നും ഇങ്ങോട്ടും വരയ്ക്കുന്നു, പിന്നെ അതേപോലെ ഇങ്ങനെ ഒന്നും വരയ്ക്കുന്നു. അപ്പോൾ ഇത് കൂട്ടിമുട്ടാത്ത സാഹചര്യം വന്നതുകൊണ്ട് നമ്മൾ വീണ്ടും കോമ്പസ് കറക്കുന്നു, എന്നിട്ട് ഇവിടെ വെക്കുന്നു. അത് കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ വരച്ച ആർക്ക് ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് ആക്കുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ കൂട്ടിമുട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പം വരച്ച ഈ 2 ആർക്കുകളും കൂട്ടിമുട്ടിയ പോയിന്റുകൾ നിങ്ങൾ കണക്ട് ചെയ്തേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈനിൻ്റെ ബൈസെക്ടർ കൂടിയും കിട്ടും. പക്ഷെ അത് വരയ്ക്കുന്ന സമയത്തെ ഒന്നുകൂടി കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയുള്ള പരിപാടി. ഇത് നീട്ടി വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ 2 ബൈസെക്ടറുകളും കൂട്ടിമുട്ടണം. 2 ബൈസെക്ടറുകളും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും ആ വൃത്തത്തിൻ്റെ കേന്ദ്രം, ആ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സ്കെയിൽ പോട്ടെ, സ്കെയിലിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ് ആണല്ലോ. നോക്ക്, ഈ കോഡിൻ്റെ ബൈസെക്ടർ പാസ് ചെയ്യുന്നത് സെൻറ്ററിലൂടെ ആയിരിക്കും, ഈ കോഡിൻ്റെ ബൈസെക്ടർ പാസ് ചെയ്യുന്നതും സെൻറ്ററിലൂടെ ആയിരിക്കും. അതാണല്ലോ നമ്മൾ പഠിച്ച കൺസെപ്റ്റ്. ഇനി ഞാൻ ഒരു ഏകദേശ ചിത്രം കൂടി വരച്ച് തരാം. അങ്ങനെയാണ് നിങ്ങളുടെ സർക്കിൾ കംപ്ലീറ്റ്. അതായത് സെൻറ്റർ, ഇപ്പോൾ സെൻറ്റർ കിട്ടിയല്ലോ, അവിടെ കോമ്പസിൻ്റെ ഒരു പോയിന്റ് വെക്കുക, പെൻസിലിൻ്റെ ഭാഗം ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പിടിക്കുക. എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ വളരെ അടിപൊളിയായിട്ട് ആ സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഈ ഒരു സർക്കിൾ ഇങ്ങനെ കിട്ടുക. കറക്റ്റ് ആയിരിക്കണം എന്നില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങളത് കറക്റ്റ് സ്കെയിലും കോമ്പസും എടുത്ത് കറക്റ്റ് അളവെടുത്ത് വരയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടും. നോക്ക്, നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ 3 മൂലകളും ഇപ്പോൾ വൃത്തത്തിലുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പരിവൃത്തം നിർമ്മിക്കാൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുക ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ബ്രിഡ്ജ് കണ്ടന്റ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചോ. കാണാം.